Hi friends, welcome to Commerce Bytes. I hope you people are all doing well. നമ്മളുടെ ഈ ചാനലിൽ കൊമേഴ്സ് ബൈറ്റ്സ് എന്ന ഈ ചാനലിൽ നമ്മളിപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസാണ്. ഓക്കെ, ഇന്ന് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് പാർട്ട് 7 ആണ്. ബാലൻസ് 6 വരെയുള്ളത് നമ്മൾ പ്ലേലിസ്റ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. ഏതെങ്കിലും ഒന്ന് സ്കിപ്പ് ചെയ്തവർ ജസ്റ്റ് അതൊന്ന് പോയി നമ്മളുടെ പ്ലേലിസ്റ്റിൽ കണ്ടാൽ മതി ആൻഡ് യുവർ പ്രോബ്ലം വിൽ ബി സോൾവ്ഡ്. നമ്മളിങ്ങനെ ഒരു വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് എക്സാം ഫിയർ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവായി കിട്ടാനാണ്. അതായത് നമ്മൾ റിയൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പോലെ തന്നെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഇനി പേടിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. കാരണം അതേ പാറ്റേണിൽ അതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസാണ് നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഓക്കെ, സോ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. വിത്ത് 100% സെൽഫ് കോൺഫിഡൻസ് ഗോ വിത്ത് യുവർ എക്സാം. യു ക്യാൻ ഡെഫിനറ്റ്ലി ക്രാക്ക് ഔട്ട് ദിസ് എക്സാം. ഓക്കെ, so without further delay, let's move to our question. We have 7 questions in this series. Okay, question number 1, which type of research aimed at the theory building? നിങ്ങൾ എൻ്റെ റിസർച്ച് സീരീസ് എന്ന് പറഞ്ഞ സീരീസ് കണ്ടിട്ടുണ്ടെങ്കിൽ യു പീപ്പിൾ ക്യാൻ ഡെഫിനറ്റ്ലി ഗോ വിത്ത് ദ ആൻസർ. കാരണം ഞാൻ അതിൻ്റെ ഉള്ളിൽ സ്പെഷ്യലി മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു പെർട്ടിക്കുലർ പോയിൻ്റ്. ഓക്കെ, നമ്മൾക്ക് പല ടൈപ്പ് ഓഫ് റിസർച്ച് ഉണ്ട്. ടൈപ്സ് ഓഫ് റിസർച്ച് എന്ന് പറയുന്ന ആ ഒരു വീഡിയോയിൽ ഞാൻ എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈവൻ ദോ ലെറ്റ് മീ ഗിവ് യു എ ബ്രീഫിംഗ് ഹിയർ. ദ ആൻസർ വിൽ ബി ഫണ്ടമെൻ്റൽ റിസർച്ച്. അതായത് നമ്മൾക്ക് കുറച്ചധികം ടൈപ്സ് ഓഫ് റിസർച്ച് ഉണ്ട്. അതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഈ ഫണ്ടമെൻ്റൽ റിസർച്ച്, ആക്ഷൻ റിസർച്ച്, അപ്ലൈഡ് റിസർച്ച് എന്നൊക്കെ ഉള്ളത്. ഓക്കെ, ആൻഡ് സർവേ റിസർച്ച്. സോ ഹിയർ വി ആർ ഗോയിങ് ടു ഹാവ് എ ക്വിക്ക് ബ്രീഫിംഗ് ഓഫ് ദീസ് 4. സോ സർവേ റിസർച്ച് നമുക്കറിയാം, നമ്മൾ സർവേ കണ്ടക്ട് ചെയ്ത് നമ്മൾ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്ന ആ ടൈപ്പ് ഓഫ് റിസർച്ചിനെയാണ് സർവേ റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഞാനിപ്പോൾ ലെക്ചർ പോലെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഓരോ പോയിൻറ്റും നിങ്ങൾക്ക് എന്താണോ മനസ്സിലാവുന്നത് അത് നിങ്ങളുടെ ലെക്ചർ നോട്ടിൽ നോട്ട് ഡൗൺ ചെയ്തു പോകുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും ആബ്സല്യൂട്ട്ലി ഗുഡ്. ഓക്കെ, പിന്നീട് നിങ്ങൾ റിവ്യൂ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് 100% ഉറപ്പ് പറയാൻ പറ്റും. അതുകൊണ്ടാണ് നിങ്ങളോട് ലെക്ചർ നോട്ട് ക്രിയേറ്റ് ചെയ്യൂ, ഞാൻ പറയുന്ന നോട്ട്സ് പോയിൻ്റ് ഔട്ട് ചെയ്ത് നിങ്ങൾ ബുക്കിൽ എഴുതി വയ്ക്കാൻ പറയുന്നത്. ഓക്കെ, August 14th, 2021 ആണ് നിങ്ങളുടെ എക്സാം. ആ ഒരു ബോധം നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും വേണം. സോ ദ നെക്സ്റ്റ് വൺ ആസ് ഫണ്ടമെൻ്റൽ റിസർച്ച്. അതിൽ പറഞ്ഞതാണ് തിയറി ബിൽഡിംഗ്. ഓക്കെ, ഇറ്റ് എയിംസ് അറ്റ് ദ തിയറി ബിൽഡിംഗ്. ഒരു തിയറിക്കാണ് ഇവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, ഒരു ബേസിക് റിസർച്ച് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ പ്യുവർ റിസർച്ച് എന്ന് വിളിക്കാം. ഓക്കെ, നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുന്ന തിയറീസിനെയാണ് ഫണ്ടമെൻ്റൽ റിസർച്ച് എന്ന് പറയുന്നത്. അണ്ടർസ്റ്റുഡ്? Next one is action research. Action research is one of the main and the most favorite portion of our Kerala set examiners and also for NTA NET examiners. Okay, so action research propound ചെയ്തത് കുർട്ട്ലിവിൻ ആണ്, KURTLEWIN in 1940s. ആൻഡ് ഈ ഒരു ആക്ഷൻ റിസർച്ച് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് it is used for evaluate, investigate and analytical research methods for developing remedial solution for weakness and problems in the organization and institution. നിങ്ങൾ ഒരു കാര്യം മാത്രം ഓർത്താൽ മതി ഇതിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത്. അതായത് ഈ ആക്ഷൻ റിസർച്ച് എപ്പോഴും ഒരു പ്രോബ്ലം സോൾവിങ്ങിന് വേണ്ടിയിട്ടാണ് ആക്ഷൻ റിസർച്ച് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഒരു സൊല്യൂഷൻ കിട്ടാനൊക്കെയാണ് ആക്ഷൻ റിസർച്ച് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഒരു സ്കൂൾ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രോബ്ലം, ഒരു സിറ്റുവേഷനാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ഗോ വിത്ത് ദ ആൻസർ ആക്ഷൻ റിസർച്ച്. സോ നിങ്ങൾ ആ സൈഡിൽ തന്നെ എഴുതിയിട്ടുള്ളൂ ആക്ഷൻ റിസർച്ച് കുർട്ട്ലിവിനാണ് പ്രപ്പോസ് ചെയ്തത്. ആൻഡ് നമ്മൾ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ മെൻഷൻ ചെയ്തിരുന്നു സ്റ്റീഫൻ എം കോറി എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു ആക്ഷൻ റിസർച്ച് വെച്ച് അസോസിയേറ്റഡ് ആണ്. ആൻഡ് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോയിന്റ്, അതായത് സ്കൂൾ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ആക്ഷൻ റിസർച്ച് ആയിരിക്കും അവിടുത്തെ ആൻസർ. അണ്ടർസ്റ്റുഡ്? പിന്നെ ഒരു പോയിന്റ് ഈ ആക്ഷൻ റിസർച്ചിൽ പറയാനുള്ളത് ലോക്കൽ പ്രോബ്ലംസ് എന്ത് തന്നെ ആയിക്കോട്ടെ അത് ആക്ഷൻ റിസർച്ചിലൂടെ ആയിരിക്കും നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. അണ്ടർസ്റ്റുഡ്? ഇങ്ങനെ കുറച്ച് പോയിൻറ്റ്സ് ഉണ്ട് ആക്ഷൻ റിസർച്ചിൻ്റെ. സോ ഡീറ്റെയിൽ ആയിട്ട് ഞാനിപ്പോൾ പറഞ്ഞ പോയിൻറ്റ്സ് നിങ്ങൾക്ക് കിട്ടിയില്ല എങ്കിൽ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക, കേൾക്കുക, നോട്ട് എഴുതുക. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് അപ്ലൈഡ് റിസർച്ച്. അപ്ലൈഡ് റിസർച്ച് ആ ഒരു വേർഡിൽ തന്നെയുണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ എനി സ്പെസിഫിക് സോഷ്യൽ ഓർ ബിസിനസ് ഇഷ്യൂസ്. എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ടൊരു കാര്യത്തിനായിരിക്കും നമ്മൾ അപ്ലൈഡ് റിസർച്ച് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് കൂടുതലും ഒരു ബിസിനസ് ഓറിയൻറ്റഡ് ആണ്. ഇതും ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് ടു ഫൈൻഡ് സൊല്യൂഷൻ ഫോർ എനി പെർട്ടിക്കുലർ പ്രോബ്ലം ഓർ ടു അനലൈസ് എനി പെർട്ടിക്കുലർ ഇഷ്യൂ. എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ എന്നൊരു വാക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ട്
ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ആയിട്ടൊരു ബിസിനസ് ഇഷ്യൂ നമുക്ക് സോൾവ് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോ വിത്ത് ദ ആൻസർ അപ്ലൈഡ് റിസർച്ച്. സോ നിങ്ങൾക്ക് ഈ 4 ടൈപ്പ് ഓഫ് റിസർച്ചിനെ പറ്റി കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, moving to our second question, experiential intelligence related to the theory of intelligence proposed by. തിയറി ഓഫ് ഇൻ്റലിജൻസ് ഞാൻ പല പ്രാവശ്യം നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ട്, റൈറ്റ്? സോ അതിൻ്റെ ഉള്ളിൽ ഒരു ക്വസ്റ്റ്യനാണ് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ കാണാത്തവരിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡെയിലി ടോപ്പ് മിനി സീരീസിൽ തിയറി ഓഫ് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞ് ഞാൻ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസ് 2020, 2019, 2018 അങ്ങനെ 3 സെറ്റ്സ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ ഉള്ളിൽ നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ യു പീപ്പിൾ ക്യാൻ ഡെഫിനറ്റ്ലി check out this topic, that is theory of intelligence. Okay, so here answer will be Sternberg in the sense Robert J Sternberg. maybe Sternberg എന്നായിരിക്കാം ഓപ്ഷനിലുള്ളത്, അല്ലെങ്കിൽ റോബർട്ട് ജെ സ്റ്റേൺബർഗ് എന്നായിരിക്കും ആൻസർ. ഓക്കെ, സോ ഈ ഒരു തിയറി ഓഫ് ഇൻ്റലിജൻസിനെ പറയുന്നത് ട്രയാക് തിയറി ഓഫ് ഇൻ്റലിജൻസ് എന്നാണ്. അതായത് ആ ഒരു പേരിൽ പറയുന്ന പോലെ തന്നെ ട്രയാക്, അതായത് 3 സെക്ഷൻ ഉണ്ട്, 3 മെയിൻ എലമെൻറ്റ്സ് ഉണ്ട്. അത് ഏതെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം. ജസ്റ്റ് നിങ്ങളൊന്ന് നോട്ട് ഡൗൺ ചെയ്തോളൂ. പ്രാക്ടിക്കൽ, ഡിസ്റ്റിങ്ക്റ്റ് ആൻഡ് അനലിറ്റിക്കൽ. ഇറ്റ് ഫോക്കസ് ഓൺ ഹ്യൂമൻ ഇൻ്റലിജൻസ് ആൻഡ് ക്രിയേറ്റിവിറ്റി. സോ 3 കാര്യങ്ങളുണ്ട്, പ്രാക്ടിക്കൽ, ഡിസ്റ്റിങ്ക്റ്റ് ആൻഡ് അനലിറ്റിക്കൽ. ഇവിടെ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എന്താ? എക്സ്പീരിയൻഷ്യൽ ഇൻ്റലിജൻസ്. നിങ്ങൾ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്ന് പറയുന്ന ടേം ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ ഓൾറെഡി എൻ്റെ സ്റ്റുഡൻസിന് ക്ലാസ് എടുത്തിട്ടുള്ളതാണ്. എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ഇൻ ദ സെൻസ് മീൻസ് നമ്മൾ ഒരു കാര്യം നമ്മൾ പഠിക്കുന്നത് എക്സ്പീരിയൻസിലൂടെ നമ്മൾ പഠിക്കുന്നു. ഓക്കെ, ആ ടൈപ്പ് ഓഫ് ലേണിങ്ങിനെയാണ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്ന് പറയുന്നത്. സോ ആ സംഭവം തന്നെയാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്, എക്സ്പീരിയൻഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ളത്. എക്സ്പീരിയൻഷ്യൽ ഇൻ്റലിജൻസ് റിലേറ്റ്സ് ടു ദ തിയറി ഓഫ് ഇൻ്റലിജൻസ് പ്രൊപ്പോസ്ഡ് ബൈ ഹൂം എന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. സോ ഈ ഒരു ട്രയാക് തിയറി ഓഫ് ഇൻ്റലിജൻസിലാണ് പ്രാക്ടിക്കൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. പ്രാക്ടിക്കൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വാട്ട് ഇറ്റ് മെൻ? പ്രാക്ടിക്കൽ മീൻസ് എക്സ്പീരിയൻസ്. നമ്മൾക്ക് കിട്ടുന്ന എക്സ്പീരിയൻസിനെയാണ് പ്രാക്ടിക്കൽ വെച്ച് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ റോബർട്ട് ജെ സ്റ്റേൺബർഗിൻ്റെ തിയറീനെ വിളിക്കുന്നതാണ് ട്രയാക് തിയറി ഓഫ് ഇൻ്റലിജൻസ്. ഞാനിത് സ്ട്രെസ് ചെയ്ത് പറയാൻ കാരണം ക്വസ്റ്റ്യൻ മേ ബി ആസ്ഡ് ഹൂ പ്രൊപ്പോസ് ദ തിയറി ട്രയാക് തിയറി ഓഫ് ഇൻ്റലിജൻസ് എന്ന് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഓക്കെ, നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിൽ പറഞ്ഞ പോയിന്റ് പ്രാക്ടിക്കൽ, ഡിസ്റ്റിങ്ക്റ്റ് ആൻഡ് അനലിറ്റിക്കൽ. അല്ലെങ്കിൽ മേ ബി ദ ക്വസ്റ്റ്യൻ മേ ബി ആസ് ലൈക്ക് പ്രാക്ടിക്കൽ, ഡിസ്റ്റിങ്ക്റ്റ്, അനലിറ്റിക്കൽ ഇത് ആര് പ്രൊപ്പോസ് ചെയ്ത തിയറിയുടെ എലമെൻറ്റ്സ് ആണെന്ന് ചോദിക്കാം. അപ്പോഴും നമുക്ക് ആൻസർ എഴുതാം റോബർട്ട് ജെ സ്റ്റേൺബർഗ്. ഓക്കെ, പിന്നെ ഈ ഒരു തിയറിയുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ഇറ്റ് ഫോക്കസ് ഓൺ ഹ്യൂമൻ ഇൻ്റലിജൻസ് ആൻഡ് ക്രിയേറ്റിവിറ്റി. ഓക്കെ, ഐ ഹോപ്പ് ദിസ് പോയിന്റ് ഈസ് ഓൾ ക്ലിയർ. പിന്നെ നമ്മൾ ഈ ഒരു ഓപ്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് ബെനറ്റ് തിയറി ഓഫ് ഇൻ്റലിജൻസ് ആണ്. അത് ഓൾറെഡി ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗുള്ളിഫോർഡ് ആണ്. ഗുള്ളിഫോർഡിനും ഈ പറഞ്ഞ പോലെ 3 കമ്പോണൻസ് ആണ്, ഓപ്പറേഷൻ, കണ്ടൻറ്റ്സ് ആൻഡ് പ്രോഡക്ട്സ്. ഈ 3 ഒരുമിച്ച് വിളിക്കുന്നത് ഡയമെൻഷൻസ് എന്നാണ്. ഓക്കെ, ആൻഡ് ഈച്ച് ഡയമെൻഷൻസ് പ്ലേ എ ക്രൂഷ്യൽ റോൾ ഇൻ ഡിറ്റർമൈനിങ് ഇൻ്റലക്ച്വൽ എബിലിറ്റീസ് ഓഫ് യുവർ ഓൺലൈൻ ലേണേഴ്സ്. ആൻഡ് ഈ ഒരു ഗുള്ളിഫോർഡിൻ്റെ തിയറീനെ വിളിക്കുന്നത് സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്റ്റ് മോഡൽ എന്നാണ്. എന്താണ് സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്റ്റ് മോഡൽ? ആൻഡ് ഓപ്ഷൻ ഡിയിൽ പറഞ്ഞത് ഗാർഡനറാണ്, ഹൗവേർഡ് ഗാർഡനർ. നമ്മൾ തിയറി ഓഫ് ഇൻ്റലിജൻസിൻ്റെ ഏറ്റവും ഒരു ഫാദർ അല്ലെങ്കിൽ പ്രൊപ്പൗണ്ടർ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഗാർഡനർ. ഓക്കെ, സോ ഈ പറയുന്നത് ഞാൻ ജസ്റ്റ് ഒരു ബ്രീഫിംഗ് മാത്രമാണ്. നിങ്ങൾക്ക് ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ട്. അത് നിങ്ങൾ ഡെയിലി ടോപ്പ് മിനി സീരീസിൽ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാം. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസ് നമുക്കൊരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു 2020, 2019 ആൻഡ് 2018. സോ നിങ്ങൾ അതെല്ലാം നല്ല രീതിയിൽ തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ യു പീപ്പിൾ വിൽ ബി ഓൾ ഫെമിലിയർ വിത്ത് ദീസ് പോയിൻറ്റ്സ്. ഓക്കെ, let's move to the next question number 3, that is role of a constructivist teacher is to. ഒരു ടീച്ചർ ആസ് എ കൺസ്ട്രക്റ്റിവിസ്റ്റ് ടീച്ചർ ആയി കഴിഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ ടീച്ചറിൻ്റെ റോൾ എന്താണ് എന്നാണ് ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. So let's check out what are the options. Option A, provide information. Option B, keep students quiet on task. And option C, help the students to discover information. And option D, use intra-class competition to motivate the students. So
Here the answer will be option C, that is help students to discover information. ഒരു ടീച്ചർ എന്നല്ല ഇവിടെ ചോദിച്ചിരിക്കുന്നത്, ഒരു കൺസ്ട്രക്റ്റിവിസ്റ്റ് ടീച്ചറുടെ റോൾ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഒരു കൺസ്ട്രക്റ്റിവിസ്റ്റ് ടീച്ചർ എപ്പോഴും കുട്ടികൾക്ക് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുകയല്ല ചെയ്യേണ്ടത്, കുട്ടികളെ ഹെൽപ്പ് ചെയ്യണം. അതായത് ഇൻഫർമേഷൻസ് അവർ തന്നെ ഡിസ്കവർ ചെയ്യാനായിട്ട് ടീച്ചേഴ്സ് ഒരു ഭാഗമായിട്ട് നിന്നാൽ മതി. ഓക്കെ, സപ്പോർട്ടിംഗ് ഫാക്ടറായിട്ട്. ഓക്കെ, അങ്ങനെ ഒരു സപ്പോർട്ടിംഗ് ഫാക്ടറായിട്ടാണ് ടീച്ചർ അവരുടെ റോൾ നടത്തേണ്ടത്. ഓക്കെ, ദ റോൾ ഓഫ് എ ടീച്ചർ ഇൻ കൺസ്ട്രക്റ്റിവിസ്റ്റ് ഫിലോസഫി ഇസ് ടു അഡാപ്റ്റ് ദ ലേണേഴ്സ് നീഡ് ആൻഡ് ഗിവ് ദം ദ ഫ്രീഡം ടു കൺസ്ട്രക്ട് ദ നോളജ് ഫോർ ദംസെൽസ്. അവർ തന്നെ ക്രിയേറ്റ് ചെയ്യട്ടെ, അവരുടെ നോളജ് അവർ തന്നെ കണ്ടെത്തട്ടെ. ഓക്കെ, ദ ടീച്ചർ ഷുഡ് ആക്ട് ആസ് എ ഹെൽപ്പർ. ഒരു ഹെൽപ്പർ എന്നുള്ള രീതിയിൽ മാത്രം നിന്നാൽ മതി. ബിക്കോസ് ഈച്ച് ആൻഡ് എവറി ലേണർ ഇസ് യൂണീക്ക്. ഞാനെപ്പോഴും പറയാറുണ്ട്, എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും യൂണീക്കാണ്. അവർക്ക് ഓരോരുത്തർക്കും ഓരോ കഴിവുകളാണ്. ഓക്കെ, സോ വിത്ത് അവരുടെ ആ ഒരു കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്, അവരുടെ ഒരു ഇൻഡിവിജ്വൽ ഡിസ്പൊസിഷൻ, അല്ലെങ്കിൽ അവർക്കുള്ള ഒരു പ്രയർ നോളജ് ഇൻഫ്ലുവൻസിങ് ദെയർ ലേണിംഗ്, ഇതെല്ലാം ഒരു ലേണിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സാണ് ഇപ്പോൾ ഞാൻ മെൻഷൻ ചെയ്തത്. സോ ഒരു ടീച്ചർ എപ്പോഴും ലേണറിനെ അസിസ്റ്റ് ചെയ്യണം in pursuing the new knowledge and placing what they have to learn into context on their own lives. Okay, സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് എന്താണ് ആ ഒരു കൺസ്ട്രക്റ്റിവിസ്റ്റ് ടീച്ചറിൻ്റെ റോൾ എന്താണ് എന്നുള്ളത് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജസ്റ്റ് ഒരു സപ്പോർട്ടിംഗ് പില്ലറായിട്ട് നമ്മൾ നിന്നാൽ മതി. കുട്ടികൾ അവരുടെ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യട്ടെ, അപ്പോൾ അവർക്ക് കൂടുതൽ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് കൂടുതൽ അറിവുണ്ടാവും. കാരണം അവർ തന്നെയാണ് ഓൾമോസ്റ്റ് ഒരു 95% ഫൈൻഡ് ഔട്ട് ചെയ്തത്. നമ്മൾ ജസ്റ്റ് അവർക്ക് ആ ഒരു പോകേണ്ട റൈറ്റ് ഡയറക്ഷൻ ഷോ ചെയ്തു എന്ന് മാത്രം. ഓക്കെ, സോ ദ ആൻസർ വിൽ ബി ഹെൽപ്പ് സ്റ്റുഡൻസ് ടു ഡിസ്കവർ ഇൻഫർമേഷൻ എന്നുള്ളതാണ് ഇതിൻ്റെ ആൻസർ. സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Okay, question number 4. Rashtriya Madhyamik Shiksha Abhiyan is a scheme for universalization of access to and improvement of quality in. Options are option A Anganwadi, option B college, option C secondary and high secondary schools and option D primary schools. അതായത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ എന്ന് പറയുന്ന ആ ഒരു സ്കീം ഏത് സെക്ഷൻ ഓഫ് സ്കൂളിലേക്കാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് എന്നാണ് ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. സോ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ സി, ദാറ്റ് ഈസ് സെക്കൻഡറി ആൻഡ് ഹൈ സെക്കൻഡറി സ്കൂൾ. ഓക്കെ, രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ അതൊരു നാഷണൽ മിഷനാണ് ഫോർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഉള്ളത്, നമുക്ക് എല്ലാവർക്കും അറിയാം. ആൻഡ് ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 2009 മാർച്ച് ആൻഡ് വിച്ച് വാസ് എ സ്പോൺസർഡ് സ്കീം ഓഫ് MHRD, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ഇൻ പബ്ലിക് സ്കൂൾ and for the development and the growth and equity for all to improve the quality. സോ ഇതുപോലെയുള്ള കുറച്ച് പോയിൻറ്റ്സ് നിങ്ങളൊന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ എന്നുള്ള സെക്ഷൻ നിങ്ങൾക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും. ഓക്കെ, and I have 2 points more to discuss, that is to provide the universal education for 15 to 16 years of age, and they remove the barriers like gender and socio-economic factors. Okay, സോ ഒരു കാര്യം നോട്ട് ചെയ്തോളൂ, ദേ ആർ ഫോക്കസിങ് ഓൺ യൂണിവേഴ്സൽ എഡ്യൂക്കേഷൻ ഫോർ 15 to 16 ഇയേഴ്സ് ഓഫ് ഏജ്. എൻ്റെ ഹയർ എഡ്യൂക്കേഷൻ സീരീസ് കാണാത്തവരുണ്ടെങ്കിൽ അത് മസ്റ്റായിട്ട് കണ്ടിരിക്കണം. കാരണം ആ ഒരു സീരീസിൽ ഞാൻ ഈ പറയുന്ന ടോപ്പിക്കുകളും അതുപോലെ തന്നെ ഇതിനോടൊപ്പം തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്സും കവർ ചെയ്തിട്ടുണ്ട്. സോ യു പീപ്പിൾ ഷുഡ് മസ്റ്റ് വാച്ച് ഹയർ എഡ്യൂക്കേഷൻ സീരീസ്. ഓക്കെ, രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ എന്ന് പറയുന്ന സ്കീം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ആ ഒരു പോയിന്റിൽ തന്നെയുണ്ട് രാഷ്ട്രീയ മാധ്യമിക്. ക്വസ്റ്റ്യൻ നമ്പർ 5. An advanced stage of moral development during which the goodness or badness of various acts is judged according to self-chosen moral principles is called. Option A post-conventional stage, option B pre-conventional stage, and option C objective moral orientation, and option objective moral orientation. Here the answer will be option A, that is post conventional stage. ഈ ടൈപ്സ് ഓഫ് ആരുടെയാണ് ഈ ഒരു കൺവെൻഷണൽ സ്റ്റേജ് എന്ന് നമ്മൾ ഈ മെൻഷൻ ചെയ്യുന്നത് ആരുടെയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? കൊഹൽബർഗിൻ്റെ മോറൽ ഡെവലപ്മെൻറ്റ് തിയറിയാണ് ഇപ്പോൾ ഈ മെൻഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ,
അത് ആ ക്വസ്റ്റ്യൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ആൻഡ് അഡ്വാൻസ് സ്റ്റേജ് ഓഫ് മോറൽ ഡെവലപ്മെൻറ്റ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് ദ അഡ്വാൻസ് സ്റ്റേജ് ഓഫ് മോറൽ ഡെവലപ്മെൻറ്റ്. ആ ഒരു സെക്ഷനിൽ നിന്ന് തന്നെ നമ്മൾക്ക് വേണമെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ പെട്ടെന്ന് തന്നെ നമുക്ക് ചൂസ് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീ കൺവെൻഷണൽ സ്റ്റേജ്, കൺവെൻഷണൽ സ്റ്റേജ് ആൻഡ് പോസ്റ്റ് കൺവെൻഷണൽ സ്റ്റേജ് എന്നാണ് എന്നിങ്ങനെ 3 സെക്ഷനായിട്ടാണ് കൊഹൽബർഗിൻ്റെ മോറൽ ഡെവലപ്മെൻറ്റിൻ്റെ തിയറീനെ നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു മോറൽ ഡെവലപ്മെൻറ്റിൻ്റെ തിയറി കാണാത്തവർ ഡെയിലി ടോപ്പ് മിനി സീരീസിൽ പോയി കണ്ടിരിക്കണം. ഓക്കെ, കാരണം അതിൻ്റെ ഉള്ളിൽ ഞാൻ ഇൻ ഡീറ്റെയിൽ ആയിട്ട് കൊഹൽബർഗിൻ്റെ മോറൽ ഡെവലപ്മെൻറ്റ് തിയറി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അണ്ടർസ്റ്റുഡ്? സോ 3 സെക്ഷനായിട്ടാണ് നമ്മൾക്ക് ഈ ഒരു കൺവെൻഷണൽ സ്റ്റേജ് ഉള്ളത്. പ്രീ കൺവെൻഷണൽ സ്റ്റേജ്, കൺവെൻഷണൽ സ്റ്റേജ് ആൻഡ് പോസ്റ്റ് കൺവെൻഷണൽ സ്റ്റേജ്. സോ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അഡ്വാൻസ്ഡ് സ്റ്റേജ് ഓഫ് മോറൽ ഡെവലപ്മെൻറ്റ്. കുറച്ച് എന്തെങ്കിലും തലയിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായി തന്നെ പോസ്റ്റ് കൺവെൻഷണൽ സ്റ്റേജ് മാർക്ക് ചെയ്യാം. കാരണം ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ്? അഡ്വാൻസ് സ്റ്റേജ് ഓഫ് മോറൽ ഡെവലപ്മെൻറ്റ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ കുറേ കാലമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആദ്യം പ്രീ കൺവെൻഷണലാണ്, പിന്നെ കൺവെൻഷണൽ ആയിരിക്കും, ആൻഡ് ദ ലാസ്റ്റ് വിൽ ബി പോസ്റ്റ് കൺവെൻഷണൽ. സോ ഇതിനൊക്കെ നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങൾക്ക് ഈച്ച് ആൻഡ് എവറി ടോപ്പിക്കിനെ കുറിച്ച് ഇൻ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഡെയിലി ടോപ്പ് മിനി സീരീസ് എന്തായാലും അറ്റൻഡ് ചെയ്തിരിക്കണം. കാരണം അതിലൊരു 95% പോർഷനും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, to question number 6. According to socio-cultural theory, special interaction of adults with children provide mental structure the students can use as they master new task and new way of thinking, as known as. Options are option A, help, and option B, scaffolding, option C, visual cliff, and option D, framework. സോ ഹിയർ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ ബി, ദാറ്റ് ഇസ് സ്കാഫോൾഡിങ്. അതായത് ഇവിടെ നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്നത് സ്റ്റാർട്ടിങ്ങിലൊന്ന് നോക്കിയേ, അക്കോർഡിംഗ് ടു സോഷ്യോ കൾച്ചറൽ തിയറിയാണ്. സോഷ്യോ കൾച്ചറൽ തിയറി ആരാ പ്രപ്പോസ് ചെയ്തത്? യെസ്, ലെവ് വൈഗോട്സ്കിയാണ് സോഷ്യോ കൾച്ചറൽ തിയറി പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ വൈഗോട്സ്കി മെൻഷൻ ചെയ്തിട്ടുണ്ട്, അതായത് ഒരു സ്പെഷ്യൽ ഇൻട്രാക്ഷൻ അഡൽട്ട്സും അതുപോലെ തന്നെ ചിൽഡ്രനും തമ്മിൽ ഉണ്ടെങ്കിൽ they will be having a social interaction. So Vygotsky emphasized the concept of instructional scaffolding. ഇൻസ്ട്രക്ഷണൽ സ്കാഫോൾഡിങ് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സ്കാഫോൾഡിങ് എന്ന് പറയുന്നത് വിച്ച് അലൗസ് ദ ലേണർ ടു ബിൽഡ് കണക്ഷൻ ബേസ്ഡ് ഓൺ സോഷ്യൽ ഇൻട്രാക്ഷൻ. നമ്മൾക്ക് സോഷ്യൽ ഇൻട്രാക്ഷൻ വഴി കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നു, നമ്മൾ പഠിക്കുന്നു എന്നുള്ളതെല്ലാമാണ് സ്കാഫോൾഡിങ്. ഐ ഹോപ്പ് നിങ്ങൾക്ക് സ്കാഫോൾഡിംഗ് എന്താ എന്നുള്ളത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വൈഗോട്സ്കി തിയറി റിവോൾവ്സ് അറൗണ്ട് ദ ഐഡിയ ദാറ്റ് സോഷ്യൽ ഇൻട്രാക്ഷൻ ഇസ് ദ സെൻട്രൽ ടു ലേണിംഗ്. ദിസ് മീൻസ് ദാറ്റ് ദ അസംഷൻ മസ്റ്റ് ബി മെയ്ഡ് ദാറ്റ് ഓൾ സൊസൈറ്റീസ് ആർ സെയിം, വിച്ച് ഇസ് ഇൻകറക്റ്റ്. അതായത് അദ്ദേഹം മെൻഷൻ ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾക്ക് അദ്ദേഹം ഫോക്കസ് കൊടുക്കുന്നത് സോഷ്യൽ ഇൻട്രാക്ഷനാണ്. അതുപോലെ തന്നെ ചൈൽഡ് ഡെവലപ്മെൻറ്റിന്, പിന്നെ കൾച്ചറൽ ആൻഡ് ലാംഗ്വേജിനാണ് അദ്ദേഹം കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്. മാൻ മേക്കിങ്ങിനാണ് അതുപോലെ തന്നെ വീണ്ടും ഒരു ഫോക്കസ് കൊടുക്കുന്ന ഏരിയ. സോ നിങ്ങൾ ലെവ് വൈഗോട്സ്കിയുടെ സോഷ്യോ കൾച്ചറൽ അല്ലെങ്കിൽ സോഷ്യൽ ഡെവലപ്മെൻറ്റ് തിയറീനെ പറ്റി പഠിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യണം. അത് ഞാനിപ്പോൾ മെൻഷൻ ചെയ്യാം. നിങ്ങൾ നിങ്ങളുടെ ലെക്ചർ നോട്ടിൽ എഴുതിയിട്ടുള്ളൂ. പല പ്രാവശ്യം ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈവൻ തോ ആദ്യമായിട്ട് കാണുന്ന സ്റ്റുഡൻസിന് ഇത് ഹെൽപ്ഫുൾ ആയിക്കോട്ടെ. ലെവ് വൈഗോട്സ്കി എന്ന് പറഞ്ഞ ഒരു ഹൈഫൺ ഇട്ടിട്ട് സോഷ്യൽ ഡെവലപ്മെൻറ്റ് തിയറി, ദെൻ ഒരു ഹൈഫൺ സോഷ്യോ കൾച്ചറൽ തിയറി, ആൻഡ് ദെൻ ഒരു ഹൈഫൺ സോഷ്യൽ ഇൻട്രാക്ഷൻ, ആൻഡ് ദെൻ ഫോക്കസ് ഓൺ ചൈൽഡ് ഡെവലപ്മെൻറ്റ്, emphasize the role of language and culture in learning. ഇതുപോലെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യണം. അതോടൊപ്പം തന്നെ ഇനി പറയുന്ന കുറച്ച് പോയിന്റുകളും നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യണം. അത് മോർ നോളജ് അതേഴ്സ്, മോർ നോളജ് അതേഴ്സ്, MKO, അതുകൂടെ ഒന്ന് നോട്ട് ഡൗൺ ചെയ്യണം. ആൻഡ് അതോടൊപ്പം തന്നെ ഫുൾ ഡെവലപ്മെൻറ്റ് ഓഫ് ZPD എന്ന് പറയുന്നത് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻ്റ് ആണ്, വിച്ച് ഡിപ്പെൻഡ്സ് അപ്പോൺ ഫുൾ സോഷ്യൽ ഇൻട്രാക്ഷൻ. സോൺ ഓൺ പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് വൈഗോട്സ്കിയാണ് അവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. സോ അതെല്ലാം ഈ ഒരു പോയിൻറ്റിൻ്റെ കീഴിൽ വരും. ആൻഡ് ദെൻ സ്കാഫോൾഡിംഗ്, തിങ്കിങ് ആൻഡ് ലാംഗ്വേജ്, സോഷ്യൽ സ്പീച്ച്, പ്രൈവറ്റ് സ്പീച്ച്, സൈലൻറ്റ്, ഇന്നർ സ്പീച്ച്, അങ്ങനെയുള്ള കുറച്ച് പോയിന്റുകളുണ്ട്. ഇതെല്ലാം ലെവ് വൈഗോട്സ്കിയുടെ കീഴിൽ വരുന്ന പോയിന്റ്സ് ആണ്.
സോ ഇതെല്ലാം കൂടെ ഒന്ന് ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാനും എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ 100% ഉറപ്പ് പറയാം, ഈ ലിവ് വൈഗോട്സ്കിയുടെ സെക്ഷനിൽ നിന്നാണ് വന്നിട്ടുള്ളതെങ്കിൽ ഈ ഞാൻ പറഞ്ഞു തന്ന ഈ ഹൈലൈറ്റഡ് പോയിൻറ്റ്സ് ഇല്ലേ, ഈ പോയിൻറ്റ്സ് എന്തായാലും നിങ്ങളുടെ ആ ക്വസ്റ്റ്യനിലുണ്ടാവും. ഓക്കെ, ഞാനിപ്പോൾ പറഞ്ഞു തന്ന കുറച്ച് ടേംസും കുറച്ച് ഫ്രേസസ് എല്ലാം അല്ലേ, അത് എല്ലാം നിങ്ങൾ നല്ല രീതിയിൽ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഫ്രേസ് നമ്മുടെ ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട്. ഓപ്ഷൻസിൽ വൈഗോട്സ്കി ഉണ്ടെങ്കിൽ ഗോ വിത്ത് ദ ആൻസർ വൈഗോട്സ്കി. ഓക്കെ, ദിസ് ഇസ് യുവർ ഗോൾഡൻ ടിപ്പ് for this video. Understood? So now let's move to the last question. Here it is, question number 7. Students Action for Value Education is a initiative of SAVE. SAVE എന്നാണ് ഈ ഒരു ഇനീഷ്യേറ്റീവിൻ്റെ ഷോർട്ട് ഫോം. സ്റ്റുഡൻറ്റ് ആക്ഷൻ ഫോർ വാല്യൂ എഡ്യൂക്കേഷൻ. വാല്യൂ എഡ്യൂക്കേഷന് സ്റ്റുഡൻറ്റ് ആക്ഷൻ എന്നുള്ളതാണ് ഈ ഒരു ഇനീഷ്യേറ്റീവ്. സേവ് എന്നാണ് ഈ ഒരു ഇനീഷ്യേറ്റീവിനെ ഷോർട്ടാക്കി വിളിക്കുന്നത്. ഇതിൻ്റെ ഇനീഷ്യേറ്റീവ് ഓക്കെ, ഈ ഒരു ഇനീഷ്യേറ്റീവ് ആരാണ് ഏറ്റെടുത്തിട്ടുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് ആർ ഹെൽപ്പേജ് ഇന്ത്യ, ഓപ്ഷൻ ബി SSA സർവശിക്ഷ അഭിയാൻ, ഓപ്ഷൻ സി SCERT ആൻഡ് ഓപ്ഷൻ ഡി UGC. നമ്മൾക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ഇതിൻ്റെ ആൻസർ പറയാം, കാരണം ഓപ്ഷൻ എ ആണ് എന്നുള്ളത് ഹെൽപ്പേജ് ഇന്ത്യ. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ, വാല്യൂ എഡ്യൂക്കേഷനെ ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. സോ അത് എന്തായാലും ഹെൽപ്പേജ് ഇന്ത്യ തന്നെയായിരിക്കും, കാരണം SSA എന്നുള്ളത് സർവശിക്ഷാ അഭിയാൻ ആണെന്ന് അറിയാം. ഓക്കെ, ആൻഡ് SCERT എന്നുള്ളതും ഹയർ എഡ്യൂക്കേഷൻ്റെ കീഴിൽ വരുന്ന ഒരു പോയിൻ്റാണ്. അതുപോലെ തന്നെ UGC അത് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷനാണ്. സോ ഇതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്നതാണ് ആരാണ്, ഹെൽപ്പേജ് ഇന്ത്യ. സോ ഇവിടെ നിങ്ങൾക്ക് ഗ്രൂപ്പിംഗ് ടെക്നിക്ക് യൂസ് ചെയ്യാം, അതായത് SSA SCERT ആൻഡ് UGC അതെല്ലാം ഹയർ എഡ്യൂക്കേഷൻ്റെ സെക്ഷനിൽ വരും. അപ്പോൾ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് നിൽക്കുന്നത് ആരാണ്, ഹെൽപ്പേജ് ഇന്ത്യ. സോ ദാറ്റ് വിൽ ബി ദ ആൻസർ. നമ്മൾക്ക് SAVE അതായത് സ്റ്റുഡൻറ്റ് ആക്ഷൻ ഫോർ വാല്യൂ എഡ്യൂക്കേഷനെ പറ്റി ഒരു 2-3 പോയിൻറ്റ്സ് ഒന്ന് നോക്കാം. Okay, so SAVE, SAVE is the school action for value education program with 3 core tenets. അതായത് 3 കോർ ആയിട്ടുള്ള കുറച്ച് ഒബ്ജക്റ്റീവ്സ് ആണ് ഈ ഒരു സേവ് എന്ന് പറയുന്ന ഇനീഷ്യേറ്റീവിനുള്ളത്. അതെല്ലാം എന്തെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം. ഇൻകൾക്കേറ്റിംഗ് വാല്യൂസ് ഓഫ് കെയർ ആൻഡ് റെസ്പെക്റ്റ് ഫോർ എൽഡർലി ഇൻ സ്കൂൾ ഗോയിങ് ചിൽഡ്രൻ. അതായത് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ആ ഒരു എൽഡേഴ്സ് ആയിട്ടുള്ള അവരുടെ വീട്ടിലെ ഗ്രാൻഡ് പാരൻസിനും ഗ്രാൻഡ് ഫാദേഴ്സിനൊക്കെ അവരുടെ വാല്യൂ എന്താണെന്നുള്ളത്, അതുപോലെ തന്നെ അവരോട് കാണിക്കേണ്ട റെസ്പെക്റ്റ് ഇൻകൾക്കേറ്റ് ചെയ്യാനാണ് ആദ്യത്തെ അവരുടെ ഒബ്ജക്റ്റീവ്. അതുപോലെ തന്നെ സെക്കൻഡ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രിപ്പയറിംഗ് ടുഡേയ്സ് ചിൽഡ്രൻ ആൻഡ് യൂത്ത് ഫോർ ദെയർ ഓൾഡ് ഏജ്. അവരുടെ ഓൾഡ് ഏജിൻ്റെ ടൈമിലേക്ക് അവർക്ക് എങ്ങനെയൊക്കെയാണ് വേണ്ടത്, എന്തൊക്കെയാണ് അവർ ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു ബോധവൽക്കരണം. ആൻഡ് ദെൻ ക്രിയേറ്റിംഗ് ആൻഡ് ഏജ് ഫ്രണ്ട്ലി സൊസൈറ്റി. ഏജ് ഓൾഡായാലും നമ്മൾക്ക് ആ ഒരു ഫ്രണ്ട്ലിനെസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരുടെ 3ാമത്തെ ഒബ്ജക്റ്റീവ്. സോ ഇതിനു വേണ്ടിയിട്ട് അവർ ചെയ്യുന്നത് ടോക്സ് ഓൺ വാല്യൂ എഡ്യൂക്കേഷൻ ആർ ഗിവൺ ഡ്യൂറിങ് ദ സ്കൂൾ അസംബ്ലീസ് ആൻഡ് വേരിയസ് ആക്ടിവിറ്റീസ്. Campaigns are created to encourage students to understand elder viewpoint and the life after 60s. So നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് കേട്ടിട്ടെങ്കിലും ഉണ്ടാകും, ഗ്രാൻഡ് പാരൻസിന് സ്കൂളിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു എന്നുള്ള പ്രോഗ്രാംസ് എല്ലാം ഈ ഒരു ജനറേഷനിൽ സ്കൂളുകൾ കണ്ടക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. കാരണം ഇപ്പോഴത്തെ സ്റ്റുഡൻസിന്, ഇപ്പോഴത്തെ ചിൽഡ്രന് അവരുടെ ഗ്രാൻഡ് പാരൻസിനെ ഒരു അവോയ്ഡിങ് എന്നുള്ളൊരു മെൻറ്റാലിറ്റി കുറച്ച് കൂടുതലാണ്. അണ്ടർസ്റ്റുഡ്? സോ അത് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഓരോ പ്രോഗ്രാംസും കണ്ടക്ട് ചെയ്യുന്നത്. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഗ്രാൻഡ് പാരൻസിനെ ആരും അവോയ്ഡ് ചെയ്യരുത്. ഗ്രാൻഡ് പാരൻസിന് വളരെയധികം ഇമ്പോർട്ടൻസ് നമ്മളുടെ ലൈഫിൽ നമ്മൾ കൊടുക്കണം. ഓക്കെ, പൊട്ടിപ്പോയ കപ്പും സോസറും പോലെ ഗ്രാൻഡ് പാരൻസിനെ ഓൾഡ് ഏജ് ഹോമിലേക്ക് തള്ളുന്ന രീതിയെല്ലാം മാറണം. ആൻഡ് നമ്മൾ ഗ്രാൻഡ് പാരൻസിൻ്റെ ഒപ്പം നിന്ന് അവരെ സപ്പോർട്ട് ചെയ്ത് അവരുടെ ആ ഒരു ഓൾഡ് ഏജ് ടൈം ആണെങ്കിൽ കൂടി അവരെ സപ്പോർട്ട് ചെയ്ത് അവരെ ശുശ്രൂഷിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, വിത്ത് ദിസ് നോട്ട് വി ആർ കൺക്ലൂഡിങ്. ലെറ്റ്സ് സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ വർക്ക് ഹാർഡ് ആൻഡ് സ്റ്റഡി വെൽ. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.